എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ്റെ ഫെബ്രുവരി മാർച്ച് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം 3200 രൂപ. അപ്പോൾ 21-ാം തീയതിയാണ് നമ്മുടെ ധനമന്ത്രി ഒഫീഷ്യലായിട്ട് തന്നെ പ്രഖ്യാപിച്ചത് ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കാൻ പോകുന്നു എന്നുള്ളത്. അങ്ങനെ 24-ാം തീയതി വിതരണം ആരംഭിക്കുന്നു എന്നുള്ള വാർത്തയും നമുക്ക് വന്നു. നമ്മുടെ പ്രമുഖ ചാനലുകളും അതുപോലെ തന്നെയും പ്രമുഖമായിട്ടുള്ള പത്രങ്ങളും എല്ലാം തന്നെ ആ വാർത്ത പബ്ലിസിറ്റി ചെയ്ത് ഇന്നു മുതൽ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുന്നു എന്നുള്ളത്. ഇന്ന് മീൻസ് അന്ന് 24-ാം തീയതി. അപ്പം ഞാൻ 24-ാം തീയതി ഈ വാർത്ത വായിക്കുകയും ചെയ്തപ്പോൾ ഞാൻ 24-ാം തീയതി ബാങ്ക് അവധി ആയതുകൊണ്ട് എനിക്കറിയാം എന്തായാലും ഈ പേയ്മെൻറ്റ് ഇപ്പോൾ വരാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആ വീഡിയോ ചെയ്യാനും പോയില്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് തിങ്കളാഴ്ചയാവുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് പോന്നിട്ട് പോലും ഇതുവരെയും നമ്മുടെ പേയ്മെൻറ്റ് വന്നിട്ടില്ല. അപ്പോൾ ഇന്ന് രാവിലെ എന്നെ 2-3 പേര് വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങളുടെ കൈകളിലേക്ക് കിട്ടാനുള്ളവരുടെ എല്ലാം വീട്ടിൽ കൊണ്ടുവന്ന് പൈസ തന്നു എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം ഞാൻ DBTCയിൽ കോൺടാക്ട് ചെയ്യുമ്പോഴത്തേക്കും അവർ പറഞ്ഞു ഇന്ന് മുതൽ ചിലപ്പോൾ രാവിലെ അല്ലെങ്കിൽ ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ഈ വിതരണം ആരംഭിക്കാൻ സാധിക്കും എന്നുള്ള കാര്യമാണ് അവർ അറിയിച്ചത്. കാരണം എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസ്, ബാങ്ക് ഇഷ്യൂസൊക്കെ എന്തെങ്കിലും ആയതുകൊണ്ടായിരിക്കും അവർക്ക് ആ പേയ്മെൻറ്റ് തരാൻ സാധിക്കാതെ വന്നിരിക്കുന്നത്. കൈകളിലെത്തിയവർക്ക് അവിടെ കിട്ടിയെങ്കിൽ നിങ്ങൾക്കത് കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട, നിങ്ങൾക്ക് ആ എമൗണ്ട് കിട്ടുന്നതാണ്. ആ വീഡിയോ ആണ് ഞാൻ രാവിലെ ചെയ്തത്. അതിന് നമ്മളെ ഇഷ്ടംപോലെ തെറിയും ചീത്തയും അമ്മയ്ക്ക് വിളിച്ചാൽ പൊന്നു പരിപാടി മോനെ നിന്നെയൊക്കെ വീട്ടിൽ കയറി ഞാൻ കിട്ടും. അതുകൊണ്ട് തന്നെ ഞാൻ പറയാം, അങ്ങനത്തെ പരിപാടിക്കൊന്നും നിൽക്കേണ്ട. അപ്പം നീ ഫേക്ക് ID ഉണ്ടാക്കുമോ? ഇപ്പം ഇതിനകത്ത് വരുന്ന വെച്ചാൽ പ്രായമുള്ള ആൾക്കാരൊന്നും അല്ല ഈ മെസ്സേജ് അയക്കുന്നത് കുറേ ചെറുപ്പക്കാരാണ്, അല്ലെങ്കിൽ പ്രായം അത്ര വലിയ ആൾക്കാരൊന്നും ആൾക്കാരൊന്നുമില്ല. അപ്പം അമ്മയുടെ പെൻഷൻ മേടിച്ച് തിന്നുന്ന നീയൊന്നും ഇവിടെ എനിക്കിട്ട് നിൽക്കണ്ട. കാരണം വെച്ചാൽ നീ ഫേക്ക് ID ഉണ്ടാക്കിയാൽ ആ ഫേക്ക് ID വെച്ച് നീ ഏത് ഡിവൈസാണ് ഉപയോഗിക്കുന്നത് ആ ഡിവൈസിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എടുക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ആ പണിക്ക് അവിടെ നിൽക്കേണ്ട. മറ്റുള്ളവർക്ക് ചിലപ്പം തെറി കേട്ടാലും ഡെയിലി ക്ഷേമ പെൻഷൻ്റെ വിതരണം ചെയ്താലും അവർക്ക് പൈസ കിട്ടിയാനുള്ള ചിന്താഗതി മാത്രമുള്ളതായിരിക്കും. എനിക്ക് എൻ്റെ തന്തയും തളയെന്ന് പറയുന്നത് എനിക്ക് നല്ല ജീവനുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പണി പരിപാടിക്ക് നീ നിൽക്കണ്ട. ഓക്കെ. അതുപോലെ തന്നെ വേറൊരാൾ മെസ്സേജ് അയച്ചിരുന്നു ഫെബ്രുവരി മാസത്തെ അല്ല ഈ മാസത്തെയും മാർച്ച് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം തരുന്നു എന്നുള്ളത്. നമ്മുടെ ക്ഷേമ പെൻഷൻ വെബ്സൈറ്റ് തന്നെ പറയുന്നുണ്ട് ജനുവരി മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണമാണ് നിങ്ങൾക്ക് അവസാനം ലഭിച്ചിട്ടുള്ളത്. കാരണം ഇത് ഓർഡർലി പോകുന്നൊരു കേസാണ്. എൻ്റെ വീഡിയോ സ്ഥിരം കാണുന്ന ആൾക്കാർക്ക് എല്ലാവരും അറിയാം നമുക്ക് എങ്ങനെയാണ് പെൻഷൻ വരുന്നുള്ളത്. വിതരണം ചെയ്യുന്ന സമയത്ത് പറയും ഈ മാസത്തെ ആ മാസത്തിൽ നിന്ന് പറയും. അങ്ങനെയല്ല, നമുക്ക് മുടങ്ങിയിട്ട് എവിടെ നിന്നാണ് നിൽക്കുന്നത്, നമുക്ക് ജനുവരി മാസമാണ് അവസാനം നിൽക്കുന്നത്. ഇനിയും വരുന്നത് ഫെബ്രുവരി മാർച്ച് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണമാണ്. അതല്ല എന്ന് തർക്കിക്കാൻ കഴിവുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡയറക്റ്റ് എൻ്റെ ഇടകളിട്ട് പോരുക, ഞാനത് തെളിയിച്ചു തരാം. അല്ലാതെ ചുമ്മാ കണ്ടവൻ്റെയൊക്കെ വീഡിയോ കണ്ടയച്ച് കയറിയിരുന്നുകൊണ്ട് എന്നോട് പറയരുത് ഇപ്പം മാർച്ച് മാസത്തെയാ നിങ്ങൾ ചുമ്മാ അത് പറയുന്നു ഇത് പറയുന്നു. നല്ല ബോധം ഉണ്ടായിട്ട് തന്നെയാണ് പറയുന്നത്. എനിക്കൊരു കാര്യം നല്ലപോലെ അറിഞ്ഞിട്ട് മാത്രമേ ഞാൻ ഒരു കാര്യം സംസാരിക്കാറുള്ളൂ. ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്നോട് സംസാരിക്കാൻ നിൽക്കരുത്. ഫെബ്രുവരി മാസം മാർച്ച് മാസം 1600, 3200 രൂപ നിങ്ങൾക്ക് അക്കൗണ്ടിൽ വരും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ അക്കൗണ്ടിൽ വരുന്നവർ മാത്രം വെയിറ്റ് ചെയ്യുക. എന്തെങ്കിലും ഒരു ട്രാൻസാക്ഷൻ പ്രോബ്ലം വരുന്നുണ്ട്. കാരണം ഇന്ന് ഞാൻ ബാങ്കിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന സമയത്ത് തന്നെയും OTP ഒരു കാര്യങ്ങളും നമുക്ക് വരുന്നില്ല. അപ്പോൾ തന്നെ മനസ്സിലായി ബാങ്കിന് എന്തൊക്കെയോ ഒരു സീരിയസ് ഇഷ്യൂസ് ആവുന്നുണ്ട്. അത് ക്ലിയർ ചെയ്യുന്ന സമയത്ത് തന്നെ DBTCനോട് ചോദിച്ചപ്പോഴും പറഞ്ഞു ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ രാവിലെ നമുക്ക് ആരംഭിക്കാൻ സാധിച്ചില്ലെങ്കിലും വൈകുന്നേരം മുതലായാലും ആരംഭിക്കും. നിങ്ങൾക്ക് എന്തായാലും 3200 രൂപ നിങ്ങൾക്ക് വന്നിരിക്കും. അതിപ്പോൾ ചിലപ്പോൾ ഞാൻ ഈ സംസാരിച്ച് കഴിഞ്ഞ് ഫോൺ വെക്കുന്ന സമയത്തായിരിക്കാം നിങ്ങൾക്ക് ഈ ഒരു പേയ്മെൻറ്റ് വരുന്നത്. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക, എന്നെ വിശ്വസിക്കുന്ന ആൾക്കാർ മാത്രം. ഓക്കെ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്